ഞാനിതിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തിട്ട് ഈശോയെ എന്നെ വലിയ സംഭവം നടക്കുന്നല്ലേ. നമ്മളിങ്ങനെ ഈശോയെ ഇങ്ങനെ അങ്ങനെ ഉടയ്ക്കുമ്പോ എന്റെ നെഞ്ചിങ്ങനെ പെടുകയോ ഇങ്ങനെ ഒടിക്കുവാണല്ലോ ഈശോ. അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ഇങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്, ഇങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. വിശുദ്ധ കുർബാനയായ ഈശോ എന്റെ ഉള്ളിൽ എഴുന്നള്ളി വരുമ്പം എന്തുകൊണ്ട് എനിക്ക് ഈശോയായിട്ട് മാറാൻ പറ്റുന്നില്ല? വാ വാ എന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ്. നീ എന്നെ ഒന്ന് ഭക്ഷിക്ക്, നീ എന്നെ ഒന്ന് പാനം ചെയ്യുന്നു പറഞ്ഞിട്ട് ഈശോ നമ്മൾ കുർബാനയ്ക്ക് പോകാതിരിക്കുമ്പോ നമ്മൾ അതായിട്ട് മാറുക, നമ്മൾ പീലാത്തോസ് ആയിട്ട് മാറുക. ഈ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര എന്നെ 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 ഈശോ ഇങ്ങനെ ഭയങ്കര സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുവേ. ഈ പാട്ട് പാടുമ്പോഴേ ഞാൻ ഒന്ന് പാടി തുടങ്ങാവേ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിയിടേണമേ. ഇതിനകത്ത് ആദ്യം പറയുന്ന കാര്യമില്ലേ, എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ നിന്നിൽ അലിഞ്ഞു ഞാൻ നീ ആയി തീർന്നിടാം. എനിക്ക് ഈ വചനം ഇതിങ്ങനെ കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ വിശുദ്ധ കുർബാന ഇങ്ങനെ തിരിച്ചു നിൽക്കുവാണല്ലോ. വിശുദ്ധ കുർബാന ഈ നാവിലിങ്ങനെ തിരിച്ചു നിൽക്കുക. അപ്പൊ ഈശോ എങ്ങനെ നാവിൽ അലിയുന്നു, എന്റെ ശരീരത്തിൽ സ്പ്രെഡ് ആവുന്നു. ഞാൻ ഈശോ ആയിട്ട് മാറുക. അപ്പൊ ഞാനിതിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തിട്ട് ഈശോയെ എന്നെ വലിയ സംഭവം നടക്കുന്നല്ലേ. നമ്മളിങ്ങനെ ഈശോയെ ഇങ്ങനെ സ്വീകരിച്ച് നിൽക്കുവാണല്ലോ. ഈശോ ഇങ്ങനെ സ്വീകരിച്ച് നിൽക്കുക. അപ്പൊ ഈശോ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡിൽ സ്പ്രെഡ് ചെയ്യുന്നു. എന്റെ കണ്ണ് ഈശോ ആയിട്ട് മാറുന്നു, കൈ ഈശോ ആയിട്ട് മാറുന്നു, കാൽ ഈശോ ആയിട്ട് മാറുന്നു. ഒന്ന് ആലോചിക്ക്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വീകരിച്ച് നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പം ഈശോയെ നമ്മൾ പിന്നെ 4ാം ക്ലാസ്സിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി നമ്മൾ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവര് പറഞ്ഞില്ലേ, നമ്മളെ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈശോയോട് പറയണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. ഈശോയെ നീ എന്റെ ഉള്ളിൽ എഴുന്നള്ളി വന്നല്ലോ, അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയല്ലേ. അപ്പൊ ഞാനിങ്ങനെ അത് ചെറുപ്പം മുതലേ അങ്ങനെ പറയുന്നോണ്ട് ഞാനിങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ മുട്ടൂത്തി ചെയ്തിട്ട് ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ എന്റെ ഒരു നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെയാണല്ലോ പറഞ്ഞു വന്നേ. ഈ ഒരു 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോകുന്നൊക്കെ. അപ്പം ധ്യാനത്തിന് പോയി അങ്ങനെ എനിക്ക് ഈശോയുടെ സ്നേഹം ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നു. അനുഭവിക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുർബാനയ്ക്ക് പോകുന്നു. അതുവരെ എനിക്കിങ്ങനെ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ഞായറാഴ്ച പള്ളി പോകുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. ഞായറാഴ്ച പള്ളി പോകുന്നു, സൺഡേ സ്കൂളിൽ പോകുന്നു, അങ്ങനെ ഞായറാഴ്ച മാത്രം പള്ളി പോകുന്നു, അങ്ങനെയല്ലോ. അപ്പം അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ധ്യാനം കൂടി കഴിഞ്ഞ പിന്നെ എന്നെ എന്തൊക്കെയോ സംഭവിക്കുവാണല്ലോ. ഞാൻ നോക്കുമ്പോ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു എല്ലാത്തിനോടും. എനിക്ക് മരങ്ങളോട് സ്നേഹം തോന്നുന്നു, ഭക്ഷണത്തോട് സ്നേഹം തോന്നുന്നു, എനിക്ക് ബുക്കിനോട് സ്നേഹം തോന്നുന്നു. എനിക്കറിയാം എനിക്ക് സ്നേഹം തോന്നുന്നു പറഞ്ഞാൽ ഭയങ്കര സ്നേഹം തോന്നുക. ഇങ്ങനെ ദൈവസ്നേഹമേ, ഇത് ദൈവസ്നേഹം മനസ്സിലാകുന്നില്ല, പക്ഷെ ഭയങ്കര സ്നേഹം തോന്നുക. എനിക്കിങ്ങനെ എന്നെ ആപ്പനോട് ഒരു സ്നേഹം തോന്നുന്നു, അമ്മയോട് സ്നേഹം തോന്നുന്നു. എന്നിൽ എന്തോ മാറ്റം സംഭവിക്കുക, ഞാൻ പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, വിശുദ്ധ കുർബാന കൂടുന്നു, ഇങ്ങനെയൊക്കെ എന്റെ ജീവിതം ഇങ്ങനെ പോവാണല്ലോ. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും പോണെന്ന്. പക്ഷെ എല്ലാ ദിവസവും ഞാൻ ഹോസ്റ്റലാണ് നിന്നെ. അത് കഴിഞ്ഞിട്ടേ നിന്നെ. അപ്പം ആ സമയത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു. പക്ഷെ വീട്ടിലെത്തി കഴിയുമ്പോ എന്ത് ചെയ്യും, ഞാൻ പിന്നെ എന്ത് ചെയ്യും, പിന്നെ എനിക്ക് എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റത്തില്ല. വീട്ടിലെത്തി പോകുമ്പോ ഈശോയെ കാണുമ്പോഴേ, ഈ ദിവ്യാനത്തെ കാണുമ്പം ഈശോയുടെ മുമ്പിൽ പോകുമ്പോ, ഈശോ അടുത്തൂടെ ഒക്കെ പോകുമ്പം എനിക്ക് ഈശോ അടുത്ത് പോണ ഇങ്ങനെ തോന്നുമായിരുന്നേ. നീ ഈശോ അടുത്ത് പോണല്ലോ, ഈശോ അടുത്ത് പോണല്ലോ. എനിക്കൊരു ഈശോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഈശോ എന്നെ വിളിക്കുക, ഈശോയുടെ മുമ്പിൽ ഈശോ വിളിക്കുവാന്ന് ഇങ്ങനെ തോന്നും. എന്നിട്ട് ഞാന് ദിവ്യാനത്തിന് മുമ്പിൽ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പം ഈശോ അടുത്ത് കയറാതെ പോകത്തില്ല. അങ്ങനെ എനിക്ക് അറിയത്തൊന്നുമില്ല എന്താ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് പോയി പിന്നെ അവിടെ ഈശോയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഈശോ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്, ദിവാനത്തിന് മുമ്പിൽ പോയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റലിലെ ചാപ്പലുണ്ടേ. എന്നിട്ട് ഞങ്ങൾ അവിടെ ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലേ. അപ്പം ഇങ്ങനെ ഇരിക്കും. കുറെ നേരം ഇങ്ങനെ ഇരിക്കും ഈശോ ഇങ്ങനെ. പിന്നെ അപ്പൊ എന്റെ ഉള്ളിൽ എനിക്ക് ഒന്നും സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുവേ, ഇങ്ങനെ നോക്കി അങ്ങനെ കുറെ നേരം ഇരിക്കും. എന്നിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെയാ എന്റെ ഒരു വിശുദ്ധ കുർബാനയുടെ
ആയിട്ടുള്ള ഒരു സാധനം. പിന്നെ വിശുദ്ധ കുർബാനയിൽ ഞാനിങ്ങനെ കൂടുമ്പോ സമയത്തൊക്കെ ഇങ്ങനെ ഈശോ ഇങ്ങനെ പിന്നെ പിന്നെയാണ് വിശുദ്ധ കുർബാന കൂടുന്ന ഒരുങ്ങി കൂടാനൊക്കെ കർത്താവ് ഇങ്ങനെ എന്നാ ഇതിനകത്ത് പെടയുവാണല്ലോ. ഞാനിങ്ങനെ ജേസൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാ ജേസൂസിലുണ്ടായപ്പോ ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറയാ വിശുദ്ധ കുർബാനയില് ഈശോ ആണ് ഈശോ ഇങ്ങനെ പെടയുവാണ്. കുർബാന ഇങ്ങനെ കൂടുമ്പം ഈശോ അവിടെ ശരിക്കും മുറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അത് അങ്ങനെയൊക്കെ കേൾക്കുന്നേ. അപ്പൊ ഞാന് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോക്കെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഈ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ഉയർത്തൂലേ, അച്ഛൻ ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒടിക്കൂലേ, ഇങ്ങനെ ഇങ്ങനെ ഒടിക്കൂലേ, അങ്ങനെ ഉടക്കുമ്പോ എന്റെ നെഞ്ചിങ്ങനെ പെടുകയോ ഇങ്ങനെ ഇങ്ങനെ ഒടിക്കുവാണല്ലോ ഈശോയെ ഇങ്ങനെ ഒടിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണും എന്റെ കർത്താവെ ഈശോയുടെ ശരിക്കും ഈശോയുടെ ശരീരം ശരിക്കും മുറിയപ്പെടുന്നുണ്ടല്ലോ, ഈശോ ശരിക്കും മുറിയുവാ. ഈ എന്നാ ഈശോ ഇങ്ങനെ പീഡാസഹനം ഇങ്ങനെ പറയുമായിരുന്നേ. ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു പീഡാസഹനമാണ് എന്നാ പീഡാസഹനം തന്നെ, ഈശോ ശരിക്കും അവിടെ മരിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന ഇങ്ങനെ ശരിക്കും ഈശോ മരിക്കുവാണ് എന്നിങ്ങനെ ഞാനിങ്ങനെ ജിഎസ്എത്തിന് ഗ്യാതറിങ്ങളൊക്കെ ഇവര് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയുന്നത് കേൾക്കുക. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൂടുവാണല്ലോ. അപ്പൊ ഈശോ അതിനകത്ത് കുരിശ് ശരിക്കും മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കർത്താവ് ഇങ്ങനെ അതിന്റെ അകത്ത് ഞാൻ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒന്നും ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു. ആ സമയത്ത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല, പിന്നെയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ ഇന്ന് കാണുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ ഈശോയുടെ ശരീരം മുഴുവൻ ഇങ്ങനെ 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 അടിക്കുവാണല്ലോ, അടിക്കുന്നു, പിന്നെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു. എന്നാ ഈശോയുടെ ശരീരം മുഴുവൻ മുറിവേക്കുന്നു. ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോ എന്റെ നെഞ്ചിങ്ങനെ ഈശോയെ എന്നിങ്ങനെ സാധനം എന്ന് വെച്ചാൽ നമ്മള് എനിക്ക് വേണ്ടി ആണല്ലോ ഞാനിങ്ങനെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ എന്നാ ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്ത് എന്നാ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു, റോമ 5:8, ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു, റോമ 5:8. ഇതിങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ എന്നാ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എല്ലാരും ഇങ്ങനെ വചനം പറയുമ്പോ നമ്മൾ ഹാജരെടുക്കുമ്പോ വചനം പറയണല്ലോ. ഹാജരെടുക്കുമ്പോ വചനം പറയുമ്പോ എല്ലാരും തന്നെ ഇതായിരിക്കും പറയുന്നത്, ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു, റോമ 5:8. ഇതിങ്ങനെ കേട്ട് ഇങ്ങനെ ഒരു കഥ പോലെ ഈശോ മരിച്ചു എന്നൊരു കഥയെ ഈ കഥ പോലെ കേട്ട് വളർന്നിട്ട് ഞാന് വലുതായി കഴിഞ്ഞപ്പം എന്നാ ഈശോയെ ശരിക്കും വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ ശരിക്കും ഒരുങ്ങി കൂടാനും വിശുദ്ധ കുർബാനയിൽ കർത്താവ് ആണ് എനിക്ക് വേണ്ടി പെടയുന്നത് എന്നിങ്ങനെയൊക്കെ അറിഞ്ഞു കൂടാനും തുടങ്ങി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എന്നെ ശരിക്കും അത് മാറ്റി. എന്ന് വെച്ചാ കർത്താവ് ഇങ്ങനെ കർത്താവ് ശരിക്കും അതിനകത്ത് പെടയുവാ, കർത്താവ് ഇങ്ങനെ ശരിക്കും പെടയുവാണെന്നുള്ളതേ ഇതിന്റെ അകത്ത് എന്നാ എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട്. അനാഫോറ തുടങ്ങുമ്പോഴുള്ള ഒരു ഭാഗമില്ലേ, എന്നാ കർത്താവ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തര് ശരീരരക്തങ്ങളാകുന്ന ദിവരക്തങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. ഈ ലൈനാണ് എനിക്ക് ഭയങ്കര എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊള്ളിക്കുന്നുണ്ട്. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. എനിക്ക് ഇത് ഞാൻ കേട്ട് കർത്താവ് ഇത് ഇങ്ങനെ എന്തോരം ഈ സ്നേഹിക്കുന്നേ, ഈശോ എന്തോരം ഇങ്ങനെ സ്നേഹിക്കുന്നത്. നമ്മള് പാപികളാണ്, നമ്മള് ബലഹീനരാണ്, നമുക്ക് എല്ലാ കുറവുകളുണ്ട്. കർത്താവ് ഇത് കർത്താവിന് അറിയാം. എന്നിട്ട് ഈശോ എന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നേ, അത് ഇങ്ങനെ ഓർത്തിട്ടെ ഈശോ എന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ സാധനം ഇങ്ങനെ ഓർത്തിട്ട് ഞാനിങ്ങനെ വിശുദ്ധ കുർബാന നിൽക്കുമ്പോ കർത്താവ് ഈശോ കംപ്ലീറ്റ് ആയിട്ട് എന്നിൽ വരുവാ, ഈശോ കംപ്ലീറ്റ് ആയിട്ട് എന്നിൽ വരുവാ. ഈശോ ഇങ്ങനെ എന്നാ പൂർണ്ണ മനുഷ്യനാണല്ലോ ഈശോ, പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. ഈ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനുമായ ദൈവം, സർവശക്തനായ ദൈവം എന്റെ ഉള്ളിൽ ഇങ്ങനെ വരുവാ. ഉള്ളിൽ വന്നിട്ട് ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോ ഞാൻ ഈശോ ആയിട്ട് മാറുക. ഞാൻ ഇങ്ങനെ പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരെ കാണുമ്പോ ഞാൻ ഈശോയുടെ കണ്ണാണല്ലോ എന്റേത്. അപ്പൊ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ കാണുമ്പോ ഈശോയാണല്ലോ കാണുന്നേ. ഈശോയെ കാണുന്നേ, ഈശോയാണ് എന്റെ കണ്ണിൽ കൂടെ കാണുന്നേ, ഈശോയാണ് എന്റെ കൈ കൂടെ ആൾക്കാരെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. ഞാൻ ചിരിക്കുമ്പോ ഈശോയാണ് ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഉള്ളില് മനസ്സിൽ കിട്ടാൻ തുടങ്ങുവാണേ. വിശുദ്ധ കുർബാന കൂടുന്നു. ഞാൻ കുറെ നേരം ആ സമയങ്ങളിലൊക്കെ ദിവ്യാലയത്തിന് മുമ്പ് ഇരിക്കുക, ചുമ്മാ ഇരിക്കുക, എനിക്ക് പറയാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. വിശുദ്ധ കുർബാന ഇങ്ങനെ നോക്കും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈ വചനം എനിക്ക് അറിയത്തില്ല, ഞാൻ പിന്നീട് അത് കിട്ടും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നല്ലേ. ഇങ്ങനെ കാർലോ അക്വിറ്റസ് ഇങ്ങനെ പറയുന്നൊരു ഒരു കോഡുണ്ടേ. സൂര്യൻ ഇങ്ങനെ ടാൻ അടിക്കില്ലേ, സൂര്യൻ ടാൻ അടിക്കുന്ന പോലെ നമ്മൾ ഈശോയുടെ മുമ്പ് ഇരിക്കുമ്പോ നമ്മൾ വിശുദ്ധരാകും. നമ്മൾ വിശുദ്ധരാകുന്നേ. അങ്ങനെ ഈശോയുടെ എന്ന് വെച്ചാൽ ദിവ്യാലയത്തിന് മുമ്പ് ഇരിക്കുമ്പോ നമ്മൾ വിശുദ്ധരാകുന്നേ. നമ്മളിങ്ങനെ ചുമ്മാ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കുമ്പോ
നമ്മുടെ ഈശോയുടെ അതേ സ്വഭാവങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങും. നമുക്കത് കിട്ടും. നമ്മൾ ശരിക്കും ഈ എന്നാ യോഹന്നാൻ 6-ാം അധ്യായത്തില് ഇങ്ങനെ എന്നാ ഒരു കാര്യം പറയുന്നുണ്ട്. ജീവന്റെ അപ്പത്തിന്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കും. എന്നാ ഈ ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്താണ് എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പം ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുവാനേ, അവിടെ നയിച്ചവനിൽ വിശ്വസിക്കാന്ന് പറയുന്നുണ്ടേ. നമ്മൾ ഈ ജീവിക്കുന്ന ശരിക്കും നമ്മള് കഴിഞ്ഞ വ്യാഴാഴ്ച കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാളായിരുന്നല്ലോ. ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ് എന്ന് ജീവിക്കുന്ന ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ് എന്നതിന്റെ തിരുനാള്. ഒന്നാലോചിച്ച് ഇതിനെ എന്തുമാത്രം നമ്മൾ ഈ കർത്താവിനെ, ഈ വിശുദ്ധ കുർബാനയെ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നത് ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ് നമ്മൾ എന്തുമാത്രം വിശ്വസിക്കുന്നു, ആ വിശ്വാസം അനുസരിച്ചാണ് എന്നിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. എന്നിൽ ഞാൻ ഈശോ ആയിട്ട് മാറുന്നതേ. ഞാൻ ഈശോ ആയിട്ട് മാറുന്ന ആ വിശ്വാസത്തിനനുസരിച്ചാണേ നമ്മുടെ ഉള്ളിൽ. ഇപ്പൊ ഞാൻ ഓർക്കും, ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവേ. ചിലപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും, എന്തുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിക്കുവാണേ, എന്നാ എനിക്ക് വേണമെങ്കിലേ ഈ വിശ്വാസത്തിന്റെ ഒരു സാധനം എനിക്ക് വേണമെങ്കിൽ എന്നാ നാളെ എനിക്കൊരു മുട്ടായി കിട്ടും, എന്നെനിക്ക് വിശ്വസിക്കാലോ. ചുമ്മാ ചുമ്മാ വിശ്വസിക്കാലോ. എനിക്ക് നാളെ ഒരു മുട്ടായി കിട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, വിശ്വസിക്കാലോ. അങ്ങനെ അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളെങ്കിൽ എന്നാ ഈ വിശ്വാസത്തിനെ പറ്റി ഇങ്ങനെ പറയുമ്പം വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്നുമാണല്ലോ. അപ്പം ഈ വചനത്തിൽ ഈശോ ആണ് ജീവൻ, ഈശോയാണ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വചനത്തിൽ എന്നിട്ട് അതെന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ? നമ്മളെ പിശാച് ഇങ്ങനെ ചിലപ്പം എന്നാ ഈ ഇത് തരും. വിശ്വാസം ദാനമാണല്ലോ, ദാനമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ നമ്മളെ കുഴപ്പിക്കുമല്ലോ. ഈ വിശുദ്ധ കുർബാനയില് ശരിക്കും ഈശോ ഉണ്ടോ, ജീവനുണ്ടോ, ഇവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ഇങ്ങനെ കുഴപ്പിക്കുമല്ലോ. പക്ഷെ ജീവനുള്ള ഈശോയാണ് ഇങ്ങനെ വിശ്വസിക്കാത്തവരോട് ഈശോ ഇങ്ങനെ പിന്നെ പറയുമ്പോഴാണ് ഈ എന്നാ വിളക്കണ്ണൂര് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നല്ലോ. അപ്പൊ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട അടയാളങ്ങൾ പറ്റി ഇങ്ങനെ ചുമ്മാ ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കുവാ. അപ്പൊ ഒന്നാലോചിക്കേ, കർത്താവ് എന്നിട്ട് ഓൾറെഡി പറഞ്ഞു വെച്ചു, ഞാൻ ജീവനാണ്, ഞാൻ ശരീരമാണ്, എന്റെ ശരീരമാണ്, രക്തമാണെന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് വിശ്വസിക്കുന്നില്ല അല്ലെ, എന്നിട്ട് ഈശോ എന്നിട്ട് അടയാളം തരുവാ. നിങ്ങൾ ഇങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്, ഇങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക് എന്നിങ്ങനെ ഈശോ പറയണം. ഈശോയ്ക്ക് ആ വിശ്വാസത്തെ പ്രതി ഈശോയുടെ ഹൃദയം ഇങ്ങനെ പെടയുവേ. നമ്മൾ വിശ്വാസക്കുറവ് കൊണ്ടേ ഇങ്ങനെ ഒരു വിശുദ്ധയോട് ഇങ്ങനെ ഈശോ ഇങ്ങനെ പറയുന്നുണ്ടേ, ഈ നിങ്ങൾ വിശ്വസിക്കാത്തത് മൂലം നിങ്ങൾക്ക് തരേണ്ട കൃപകള് കുറെ എനിക്ക് തരാൻ പറ്റുന്നില്ലെന്നേ. നിങ്ങൾ വിശ്വസിക്കാത്തത് മൂലം നിങ്ങൾക്ക് തരേണ്ട കുറെ കൃപകൾ എനിക്ക് തരാൻ പറ്റുന്നില്ലെന്നേ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈശോ ഇല്ലേ, നമ്മുടെ മുമ്പില് ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഈശോ, എന്റെ ഹൃദയത്തിലുള്ള ഈശോ, എന്റെ ശരീരത്തിലുള്ള ഈശോ, ഈ ഈശോ ശരിക്കും ജീവനുള്ള ഈശോയാണെന്ന് ഞാൻ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം എന്തുമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണേ. ഇങ്ങനെ ഈ 6-ാം അധ്യായത്തിൽ തന്നെ പിന്നെ ഇങ്ങനെ ഈശോ ഇങ്ങനെ ഇതിങ്ങനെ ഈ വരി വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരുവേ. കർത്താവ് ഇങ്ങനെ പറയുവേ, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ലെന്നേ. കർത്താവിനെ കണ്ടിട്ടും ഇപ്പൊ നമുക്ക് വിശുദ്ധ കുർബാനയിൽ എന്തുമാത്രം ഈശോ ഉണ്ടെന്നുള്ളത് നമ്മുടെ വിശ്വാസം എന്തോരമാണേ. അങ്ങനെ വിശ്വസിക്കുന്ന ആള് ഉറപ്പായിട്ടും എന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഈശോ ആണല്ലോ. ആ ഈശോയെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കുന്നേ, പാപം ചെയ്ത് എങ്ങനെ വേദനിപ്പിക്കുന്ന ഈശോയെ, എങ്ങനെ വേദനിപ്പിക്കുന്നത്? നമ്മള് ഈ പറയുന്നില്ലേ, ഈശോയെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്ന എന്റെ വചനം പാലിക്കുന്ന ഈശോ പറയുന്നേ. ഈശോ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയാവാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? വിശുദ്ധ കുർബാനയായ ഈശോ എന്റെ ഉള്ളിൽ എഴുന്നള്ളി വരുമ്പം എന്തുകൊണ്ട് എനിക്ക് ഈശോയായിട്ട് മാറാൻ പറ്റുന്നില്ലെന്നേ. ഈശോ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ, കർത്താവ് എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് അല്ലെ, എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആ വസിക്കുന്ന ഈശോയെ ഞാൻ എന്തുമാത്രം വിശ്വസിക്കുന്നു, അതിനനുസരിച്ച് എന്റെ ഉള്ളിൽ എന്റെ ഈശോയുടെ സ്വഭാവങ്ങൾ വളരുന്നേ. എന്നാ ഈ കർത്താവ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളില്ലേ, നമുക്ക് എന്തുകൊണ്ട് ഈ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ ഒരു കർണത്തെ അടിക്കുന്നവന് മറ്റേ കർണോട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈശോ ഇങ്ങനെ പറയുന്നില്ലേ, ഒരു കർണത്തെ അടിക്കുന്നു. ഇങ്ങനെ ഞാൻ ചുമ്മാ ചിന്തിക്കുക, ഇപ്പൊ എന്നെ ഒരാൾ അടിച്ചു കഴിഞ്ഞിട്ട് ഞാന്
എനിക്ക് ഒരു ചേഞ്ചും എന്റെ മനസ്സിൽ ഒരു പരിവർത്തനവും ഇല്ലാതെ, ഒരു വിദ്വേഷമോ ഒരു ദേഷ്യമോ ഒന്നുമില്ല, ഞാൻ എങ്ങനെയാണ് അപ്പുറത്തെ കരണം തിരിച്ചിങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ കാണിക്കുന്നേ. ഞാൻ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കുക, ഈശോ അങ്ങനെയായിരുന്നു. ഈശോ അങ്ങനെയായിരുന്നു. ഈശോയെ പീഡിപ്പിച്ചവർക്ക്, ഈശോയെ അടിച്ചവർക്ക് ഈശോയുടെ കർണമൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു ഈ നമ്മുടെ മനസ്സ് ഭയങ്കര സാധനമാണേ. ഹൃദയം ഭയങ്കര സാധനം. നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോ നമ്മൾ തിരിച്ചടിച്ച് കൊടുക്കുമായിരിക്കും, ഇങ്ങനെ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അയാളോട് ദേഷ്യമാണെങ്കിൽ കാര്യമില്ലല്ലോ. ദേഷ്യമാണെങ്കിൽ കാര്യമില്ലല്ലോ. ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണോടെ കാണിച്ചു കൊടുക്കാൻ എന്റെ ഹൃദയം എന്തുമാത്രം സ്നേഹമാണ്. കർത്താവിന് സ്നേഹമായിരുന്നു. ഈ ഈശോ ഇങ്ങനെ കുരിശി പീഡാസഹനത്തിന് നിൽക്കുന്ന സമയത്തെ ഈശോ ഇങ്ങനെ സ്വയം അടിയേൽപ്പിക്കാൻ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണല്ലോ. ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന സമയത്ത് എന്നെ ഈശോയെ അടിക്കുക. ഈശോയെ അടിച്ചു കഴിയുമ്പം ഇങ്ങനെ ഒരു കൈ അടിക്കും, രണ്ട് കൈയിലടിക്കും, ശരീരം മൊത്തം ഒരുമിച്ച് അടിക്കും. ഇങ്ങനെയൊക്കെ അടിച്ചു കഴിയുമ്പോ ഈശോയുടെ ഉള്ളില് സ്നേഹമായിരുന്നു എന്നുള്ളതേ, സ്നേഹമായിരുന്നു. ഈ സാധനം നമ്മളിൽ എന്തോ നമ്മൾ അങ്ങനെ ആയി മാറണം എന്നൊരു സാധനം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പം ഇത് സംഭവിക്കുന്നുണ്ട്. നമുക്കിത് പറ്റും. നമുക്കിതിങ്ങനെ ആവാൻ പറ്റുവേ. പക്ഷെ നമ്മുടെ വിശ്വാസം എന്തോരം ഇരിക്കുന്നേ. നമ്മൾ എന്തുമാത്രം അതിനെ വിശ്വസിക്കുന്നു, നമ്മൾ എന്തുമാത്രം അതിനെ ശരിക്കും പരിശ്രമിക്കുന്നു. ഒരു സാധനം നമ്മൾ ആ ഒരു സാധനം നമ്മളിരുന്ന് ഡെയിലി പേഴ്സപ്പാന്റെ സമയത്തൊക്കെ ഈശോ എങ്ങനെയാ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിക്കുക. ഈ മറ്റൊരു ക്രിസ്തു ആവാന്നുള്ളതാണല്ലോ കർത്താവ് പറയുന്നേ. കർത്താവ് പറയുന്നത് മറ്റൊരു ക്രിസ്തു ആവാന്നുള്ളതാ. ഞാൻ ഇങ്ങനെ ചുമ്മാ ചിന്തിക്കേ, ഒരു ബോണ്ട് എടുക്കുക. ഒരു ബോണ്ട് എടുക്കുവാണെ. ആ ബോണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പിളർക്കുക. ഇങ്ങനെ പിളർന്നു. അപ്പൊ രണ്ട് പീസായല്ലോ. രണ്ട് പീസായി. അപ്പം ഈ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ പീസ് എടുത്ത് വെച്ചു എന്നു ചിന്തിക്കുക. ഇതുപോലെ നമ്മുടെ ശരീരമാണ് എന്ത്, ഈ ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വിചാരിക്കുക. ഈ ശരീരത്തെ ഒരു പോർഷൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ആത്മാവും മനസ്സുമാണല്ലോ നമ്മുടെ മൊത്തം. നമ്മൾ മുഴുവൻ എന്ന് പറയുന്നത് ശരീരം ആത്മാവും മനസ്സുമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ശരീരം ഇങ്ങനെ പറിച്ചിട്ട് ഈശോയുടെ ശരീരം എടുത്ത് ഫിക്സ് ചെയ്തു. ഇതാണ് വിശുദ്ധ കുർബാനയെ സംഭവിക്കുന്നതേ. വിശുദ്ധ കുർബാനയെ സംഭവിക്കുന്നത് ഇതാണ്. നമ്മുടെ ശരീരം മുഴുവൻ ഈശോയാണ്. ഈശോ ആയിട്ട് മാറുക. ഇങ്ങനെ ഈശോ ആയിട്ട് മാറുന്ന ഞാൻ എങ്ങനെ പോയിട്ട് ഒരാളോട് ദേഷ്യപ്പെടുന്നേ? ഒരാളോട് എനിക്ക് എങ്ങനെ കരുണ കാണിക്കാതിരിക്കാൻ പറ്റുന്നേ? ഈശോയുടെ സ്വഭാവത്തെ പറ്റി ഞാൻ 1 കൊരിന്തോസ് 10 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, സ്നേഹം ദീർഘക്ഷമയാണ്. ദീർഘക്ഷമ. ഇങ്ങനെ ഈശോ പറയുന്നുണ്ട്, ഒരാളോട് 70 പ്രാവശ്യം ക്ഷമിക്കാൻ വരുന്നുണ്ട്. നമുക്ക് എന്നോട് ഇങ്ങനെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നപ്പോ ഒരു കൊച്ചിങ്ങനെ ചോദിച്ചേ, ചേച്ചി ഇങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞോണ്ടല്ലോ 70 പ്രാവശ്യം ഈശോ ക്ഷമിക്കാൻ പറയുന്നുണ്ടല്ലോ. 70 പ്രാവശ്യം ക്ഷമിച്ചു. 71ാമത്തെ പ്രാവശ്യം എന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഡയലോഗ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. 70 പ്രാവശ്യം എന്നൊക്കെ 70 എന്ന് പറഞ്ഞൊരു കണക്ക് ഈശോ പറഞ്ഞതാ. എത്ര ചെയ്താലും നമ്മൾ ക്ഷമിക്കണം. എത്ര ചെയ്താലും ഈശോ അങ്ങനെയാ ക്ഷമിക്കുന്നേ. നമ്മൾ എന്തുമാത്രം പാവം ചെയ്താലും കുമ്പസാര കൂട്ടി പോയിട്ട് നമ്മൾ പറയുമ്പോ ഈശോ ക്ഷമിക്കല്ലേ? ഇതേ സാധനം തന്നെയാണ്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ ഈശോ ആവുന്ന നാം എന്തുമാത്രം നമ്മള് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ക്ഷമയുടെ കാര്യത്തിൽ ചുമ്മാ പേഷ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനത്തിലേ ഞാനിങ്ങനെ ചുമ്മാ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞു കാര്യങ്ങളിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിലേ, ഞാനിങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ സൈറ്റ് സെർച്ച് ചെയ്തോണ്ടിരിക്കുക. സൈറ്റ് സെർച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പം സൈറ്റ് കിട്ടുന്നില്ല. ഞാൻ ഒരു ലൈൻ അടിച്ചു, പാസ്വേഡ് അടിച്ചു, യൂസർ നെയിം അടിച്ചു, എന്നിട്ട് സൈറ്റ് കിട്ടുന്നില്ല. രണ്ടാമത് സെയിം സാധനം അടിച്ചു, അത് കിട്ടുന്നില്ല. മൂന്നാമത്തെ സാധനം അടിച്ചു, അടിച്ചിട്ട് അതും കിട്ടുന്നില്ല. അപ്പൊ തന്നെ എനിക്ക് എന്ത് ചെയ്തു? ക്ഷമ കിട്ടും. എന്നൊരു സാധനമായി. എന്നിട്ട് പക്ഷെ ഞാൻ പിന്നെ ചെയ്യുമ്പോഴേ ഞാൻ പിന്നെ ഒരു സാധനം ഞാനിങ്ങനെ ഓർക്കുക, ശരിയാണല്ലോ, എനിക്ക് ഇതിനു പോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇതിനു പോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇതിനു പോലും എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ വേറൊരു സാധനം ഉണ്ടായേ, ഞാന് ഹോസ്റ്റലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി, താഴോട്ട് വീട്ടിലോട്ട് പോവാ. എന്നിട്ട് താഴെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തോ സാധനം എടുത്തില്ല. ഞാൻ ഒന്നാമത് മട്ടു. എനിക്ക് പിന്നെ കേറി പോവണ്ട. പക്ഷെ എന്തോ എടുക്കാൻ ആരും കാണാൻ എന്തോ ആണ്. എനിക്ക് കേറി പോവണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് മടുത്തു. എന്തോ സാധനം എടുക്കാൻ എന്തോ ആയിരുന്നു. എനിക്ക് എടുത്തില്ലേ വേണം, നേരെ കേറി പോവാം, ആളെ കാണാണ്ട് പോവാം. പക്ഷെ ഞാൻ പിന്നെയും കേറിപ്പോയി. 2ാം നിലയിൽ എത്തി. 2ാം നിലയിൽ എത്തി കഴിഞ്ഞിട്ട് അവിടെ ആളെ കാണുന്നില്ല, എന്തോ സാധനം കാണുന്നില്ല. എനിക്ക് വേണ്ട സാധനം ഒന്നും കിട്ടിയില്ല. അപ്പൊ തന്നെ എന്തായി എന്റെ മനസ്സ്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഞാൻ ഡിസ്റ്റർബ് ആവുക. നമ്മുടെ മനസ്സേ, നമ്മള് ഹൃദയം കൊണ്ട്
നമ്മൾ എന്തുമാ നമ്മളെ ഹൃദയം എന്തോരമാണ് ഈശോയെ പോലെ ആവുന്നുണ്ട് എന്നുള്ളതേ. നമ്മളെ ഹൃദയം എന്തോരം ഈശോയെ പോലെ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈശോയെ പോലെ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈശോയെ പോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയാണെങ്കിൽ എനിക്കിപ്പോ ഒരാള് എന്നാ ചെയ്താലും എന്നോട് ഇപ്പൊ ഒരാൾ എന്ത് ചെയ്താലും എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റണ്ടേ? ഈശോ ആണെങ്കിൽ അല്ലേ? ഈശോ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണ്ടേ? എന്നാ ഈ ഞാനും 11:23 ഒരു കാര്യം പറഞ്ഞോണ്ടേ, മനുഷ്യർ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങൾ അവഗണിക്കുന്നു പറയുന്നേ. മനുഷ്യർ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാവങ്ങൾ അവഗണിക്കുന്നു. ഈ കർത്താവ് നമ്മള് നമ്മൾ പശ്ചാത്തപിക്കാൻ വേണ്ടി ഈശോ നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കുവാന്നാ പറയുന്നേ. നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കുവാ നമ്മൾ പശ്ചാത്തപിക്കാൻ വേണ്ടി. ഏഹ് കർത്താവ് കർത്താവ് അങ്ങനെയാ സ്നേഹിക്കുന്നത്. അങ്ങനെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ ഞാൻ എന്തോരം വളരണം. ഞാൻ ഇപ്പൊ ഒരാളെ നോക്കിയിട്ട് ഇപ്പൊ ഒരാൾ എന്നോട് പിന്നെ കള്ളത്തരം കാണിച്ചു, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന, അല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നു. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോ ഇത് പറയുന്നത് കേൾക്കുമ്പം എനിക്ക് അയാളോട് ദേഷ്യമാണോ തോന്നി, എനിക്ക് വിദ്വേഷമാണോ തോന്നി, എന്നാ തോന്നുന്നേ? ഈശോ ആണെങ്കിൽ ഈശോ ആയിരുന്നെങ്കിൽ ഈശോ പിന്നെ ഈശോയെ കുറ്റപ്പെടുത്തിയ സമയത്ത് ഈശോ ഇങ്ങനെ മിണ്ടാതിരിക്കുവായിരുന്നു ചെയ്തേ. എന്നുവെച്ചാ ഈശോയ്ക്ക് അവരോട് ഉള്ളിലൊരു സാധനം ഉണ്ടായിരുന്നില്ല, സ്നേഹമായിരുന്നു എന്നുള്ളതാണേ. സ്നേഹമായിരുന്നുള്ളൂ. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓർക്കും, വിശുദ്ധ കുർബാന ഇങ്ങനെ സക്രാരിയാണ് നമ്മൾ സക്രാരി ആവേണ്ട ആൾക്കാരാ എന്ന് പറയുമല്ലോ. ഇപ്പൊ ഞാനിങ്ങനെ ഈ സക്രാരി എന്ന് പറയുന്ന കൂടാണല്ലോ, ആ കൂടാണല്ലോ സക്രാരി. ഏഹ് നമ്മള് നമ്മൾ അതിന്റെ ഉള്ളിൽ ഉള്ള ഈശോ ആവേണ്ട ആൾക്കാർ അല്ലെ? ഈശോ ആവേണ്ട ആൾക്കാർ അങ്ങനെ അങ്ങനെ തന്നെ അത് പറയണം. കൂടണമെന്ന് വെച്ചാൽ നമ്മുടെ പുറമൂടി ഇങ്ങനെ മൂടി എന്നൊരു സാധനം എന്നതിനേക്കാൾ നമ്മൾ പുറത്ത് ചിലപ്പം എന്നാ ഇപ്പം വിശുദ്ധ കുർബാന അതാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ പാടെ പോയി എന്നാ കുറ്റം പറയലും എന്നാ സംസാരിക്കലും എന്നുവെച്ചാ ഇങ്ങനെ വിദ്വേഷം പറയലും ഒക്കെ ഞാനിങ്ങനെ ഓർക്കും. എന്നാ ഈ വിധിക്കാന്നൊക്കെ പറയുമ്പോഴേ, വിധിക്കാന്ന് പറയുന്ന സാധനത്തില് ശരിക്കും ഈശോ ഇങ്ങനെ പാപിനിയായ സ്ത്രീയോട് ഇങ്ങനെ പറയുന്നില്ലേ? എന്നാ നിന്നിൽ പാവമില്ലാത്തവൻ അവിടെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാവമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് പറയില്ലേ? ശരിക്കും ആ പാപിനിയായ സ്ത്രീയില് ശരിക്കും പാവം ഉണ്ടല്ലോ. എന്നുവെച്ചാൽ അവളെ ശരിക്കും അന്നത്തെ നിയമപ്രകാരമാണെങ്കിൽ ശരിക്കും കല്ലെറിയേണ്ടതാണ് അല്ലേ? പക്ഷെ ഈശോ പറയുവാണ് അവളോട് ക്ഷമിക്കാനാ പറയുന്നേ. നമ്മള് നമ്മള് ഇങ്ങനെ കുറ്റം പറയുമ്പോ ഞാനിങ്ങനെ കുറ്റം പറയുന്ന കാര്യത്തില് ഞാനിങ്ങനെ ചിന്തിക്കും, എല്ലാവർക്കും അവരുടെ കുറവുകളുണ്ട് അല്ലേ? നമ്മൾ കുറ്റം പറയാന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കും ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതല്ലല്ലോ കുറ്റം പറയുന്നത്. അവരുടെ ഉള്ള സാധനം നമ്മള് അവരെ ക്ഷമിച്ച് അവരെ സ്നേഹിക്കുക എന്നുള്ളതാ. ഈ സ്നേഹത്തിന്റെ സാധനമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സാധനമേ. ഞാനിങ്ങനെ എന്നാ ഈ എവിടെയോ ഞാൻ ഇങ്ങനെ കേട്ടാണേ, ക്രിസ്ത്യൻസ് ആവുമ്പം ഈ സാധാ നന്മ ചെയ്ത് ജീവിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. എന്നുവെച്ചാ യേശു പറയുന്നില്ലേ, എന്നാ ഒരു മൈൽ ദൂരെ കൂടെ പോകുന്നതിന്റെ കൂടെ ഒരു മൈൽ ദൂരെ കൂടെ പോകാൻ കൂടി എല്ലാവർക്കും പറ്റും. ഈ നന്മ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഒരു മൈൽ എന്റെ കൂടെ ഒരുത്തൻ വരുവാണെങ്കിൽ അയാളുടെ ഒരു മൈൽ കൂടെ പോവാൻ എനിക്കും പറ്റും, എല്ലാവർക്കും പറ്റും അല്ലെ? പക്ഷെ 2 മൈൽ ദൂരെ കൂടെ പോണെങ്കിൽ അത് ക്രിസ്ത്യാനിക്കേ പറ്റുള്ളൂന്നേ. ഈശോ ആവുന്ന ആൾക്കാർക്കേ അത് പറ്റത്തുള്ളൂ. ഈശോ ആവുന്ന ആൾക്കാർക്കേ അത് പറ്റത്തുള്ളൂന്നേ. ഈ ക്രിസ്ത്യാനി എന്നത് ദൈവത്തെ ഭക്ഷിക്കുന്നവനാണെന്നേ. ക്രിസ്ത്യാനി എന്നത് ദൈവത്തെ ഭക്ഷിക്കുക. നമുക്ക് എന്നാ ബാക്കിയുള്ളവരെക്കാളും ഈശോയെ ഭക്ഷിക്കുക എന്നുള്ളത്, കർത്താവിനെ ഭക്ഷിക്കുക എന്നുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ട് അല്ലേ? നമ്മളിങ്ങനെ ദൈവത്തെ ഭക്ഷിക്കുകയാണല്ലോ. ഈ സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, ഈ ദൈവം പൂർണ്ണ രീതിയിൽ എന്റെ ഉള്ളിൽ വസിക്കുക. ഈ വസിക്കുന്ന എന്റെ ശരീരത്തെ ഞാൻ എങ്ങനെയാ പാവം ചെയ്ത് വേദനിപ്പിക്കുന്നേ? നമ്മള് വിശുദ്ധ കുർബാന കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണ്, പൂർണ്ണ ആരാധനയാണ് വിശുദ്ധ കുർബാന. ഞാനിങ്ങനെ ധ്യാനത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. അതിന്റെ അകത്ത് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്. ഈ കർത്താവെ, നന്ദി പ്രകാശിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ജൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോവുകയും ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ
പരാജിതരാക്കി. നിങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. ഇങ്ങനെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പം നമ്മുടെ ബലഹീനതയെ കർത്താവ് ഇത് ഈശോ 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 എന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു എന്ന് പറയാം. കർത്താവ് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോഴേ, നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് ഇങ്ങനെ വരുമ്പം ഈശോയുടെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ശരിക്കും ആ സാധനം വരുന്നുണ്ട്. നമ്മള് ഇത് എന്തുമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണേ. ഇത് വിശ്വസിച്ചിട്ട് ഞാൻ ഇത് ഇറങ്ങുമ്പം, വിശുദ്ധ കുർബാനയായ ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പം ഈശോയെ പോലെ നമ്മുടെ ഈശോയുടെ സാന്നിധ്യമാണല്ലോ ഈ പിന്നെ നമ്മള് കുർബാന കുടുംബത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് പോവാന്നൊക്കെ ഇങ്ങനെ പറയും. ഈ കുടുംബത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി അവിടെ ഈശോയാണ്. നമ്മൾ തന്നെ ഒരു ചാപ്പലായി മാറുക. വീട്ടില് നമ്മളൊരു ചാപ്പലായി മാറുക. ഇപ്പൊ നമ്മുടെ അപ്പനും ഇല്ലെങ്കിലും അമ്മയില്ലെങ്കിലും അമ്മ പോകുന്നില്ലെങ്കിലും കുർബാനയ്ക്ക് പോകുന്നില്ലെങ്കിലും അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കും. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടെ നമ്മുടെ വീട്ടിലൊരു ചാപ്പലാണേ. നമ്മള് എന്ത് വലിയ സംഭവമാണ് അതേ. കർത്താവ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലാണല്ലോ. നമ്മൾ എന്നിട്ട് ഈശോയെ സ്വീകരിച്ച് നമ്മൾ നടക്കുക. പക്ഷെ ഈ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടേ, നമ്മള് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വചനം പാലിക്കാതെ ഇങ്ങനെ നടക്കുമ്പം കർത്താവിന്റെ ഹൃദയം ഇങ്ങനെ ഒത്തിരി വേദനിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ദീപികാരുണ്യ അത്ഭുതങ്ങളില് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇവിടെ തിരുഹൃദയത്തിന്റെ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ആരാധന ഉണ്ടായിരുന്നേ 24 മണിക്കൂറേ. അപ്പൊ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഈശോയുടെ ഹൃദയത്തെ പറ്റി ഇങ്ങനെ പറയുക. അപ്പൊ ഇങ്ങനെ ഈശോയുടെ ഹൃദയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പം ഇങ്ങനെ പറയുവാണേ, എല്ലാ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളില് ഏറ്റവും കൂടുതലും ഈശോയുടെ ഹൃദയമാണ് അതിൻ്റെ അകത്തുള്ളതായിട്ട് കാണുന്നത്. ദിവ്യകാരുണ്യ എല്ലാ അത്ഭുതങ്ങളിലും അതിന്റെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയമാണ് കാണപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. ഇപ്പം നമ്മൾ ഹൃദയം എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഉള്ളെന്തുമാത്രം, ഞാൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ, എന്റെ ഹൃദയം എന്തുമാത്രം ഈശോയെ പോലെ ആവുന്നുണ്ട്, എന്തുമാത്രം ഈശോയെ പോലെ ആവുന്നുണ്ട്. ഇതിനുള്ള പരിശ്രമമാണ് ഈ ജീവിതം എന്നുള്ളതേ. യോഹന്നാൻ 6:27 കർത്താവിന് പറയുന്ന ഒരു കാര്യമുണ്ട്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടിയാണോ ഞാൻ അധ്വാനിക്കുന്നത്? ഇങ്ങനെ തന്നെയാ പറയാം. നശ്വരമായ അപ്പത്തിനു വേണ്ടി ഞാൻ അധ്വാനിക്കേണ്ട ആവശ്യമില്ലെന്നാ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണെന്നേ, ഈ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാണോ നമ്മൾ ചെയ്യുന്നേ, അതോ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാണോ എന്നുള്ളത്. നശ്വരം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ ലോകത്തിന്റെ സാധനങ്ങള്, ഇതിനൊക്കെ ഇതുണ്ട്, ലിമിറ്റ് ഉണ്ട്. ഈ പറയുന്ന ഈ ലോകത്തിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ല അല്ലെ. അനശ്വരത എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാ. അപ്പം അവന്റെ അപ്പുറത്തേക്ക് ഉള്ള നിത്യജീവന് വേണ്ടി ഞാൻ ശരിക്കും അധ്വാനിക്കണുണ്ടോ? എന്റെ ആത്മാവിന് വേണ്ടി ഞാൻ നിലനിൽക്കുന്നുണ്ടോ എന്നല്ലേ. അതിന് ഉറപ്പാട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഈശോ പറയുന്നുണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഈ ജീവനെ പറ്റി പറയുന്നത് ഈശോയാണെന്നുള്ളതാ. ഈശോയെ പോലെ പെരുമാറാന്നുള്ളതാ. ഇങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുമ്പം നമുക്ക് അങ്ങനെയല്ല. ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കാനൊക്കെ ദൈവത്തിന് പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ദൈവസ്നേഹം ദൈവത്തെ ഭക്ഷിക്കുമ്പോഴേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈശോയെ പോലെ ആവണമെങ്കിൽ, ഈശോയെ പോലെ ജീവിക്കണമെങ്കിൽ, നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇന്നത്തെ ഏതെങ്കിലും ഇപ്പൊ നമ്മളിൽ ആരെങ്കിലും ഒക്കെ വിശുദ്ധ കുർബാന ഈ അവസരം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഉറപ്പായിട്ടും നാളെ തൊട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം കേട്ടോ. കർത്താവ് അത്രയും ഈ ഡാനിയൽസിന്റെ ഒരു സാധനം പറയും. നമ്മളിങ്ങനെ കർത്താവ് ഈശോ ഇത്രയും സഹിച്ചിട്ട് വിശുദ്ധ കുർബാന തരാൻ വേണ്ടി കർത്താവ് അത്രയും വേറെ ഒന്നിനു വേണ്ടി ഈശോ സഹിച്ചിട്ടുള്ളൂ എന്നുള്ളതായി. വിശുദ്ധ കുർബാന ഇങ്ങനെ നമുക്ക് തന്നേക്കുന്ന ഗിഫ്റ്റ് ആണെന്നുള്ളത്. ഈ ഗിഫ്റ്റ് നമ്മൾ നിന്ദിക്കരുത് എന്നുള്ളതേ. നമ്മള് നിന്ദിക്കാൻ പാടില്ല. കർത്താവ് ഇങ്ങനെ വിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് തന്നിട്ട് നമുക്ക് വേണ്ടത്. ഞാനിങ്ങനെ ഓർക്കുവേ, ഇങ്ങനെ കുറെ പേർക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയും, ഇപ്പൊ കുറെ പേർക്ക് ഇങ്ങനെ വന്നിട്ട് പറയും, എന്നെ ദൈവത്തിന് വേണ്ട, എന്നെ ദൈവത്തിന് ഇഷ്ടമല്ല, എന്നെ ദൈവം ഉപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുവേ.
കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത് മെസ്സേജ് അയച്ചു. ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ആ ചേച്ചിക്ക് ആ ചേച്ചി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുവാണ്. ആ ചേച്ചി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുക. ഞാൻ എന്റെ എല്ലാം ചെയ്യാൻ വേണ്ട എല്ലാ പാവങ്ങളും ചെയ്തു. എനിക്ക് ഒരു രക്ഷയും ഇല്ല, ഒരു രക്ഷയും ഇല്ല. ഇനി അങ്ങോട്ട് എന്നാന്ന് അറിയത്തില്ല. ഏഹ് പക്ഷെ അപ്പം പരിശുദ്ധാത്മാവിന്റെ വെച്ചാൽ പന്തക്കുസ്തയുടെ ദിവസമായിരുന്നു. ആ ഒരു സമയം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ മെസ്സേജ് അയക്കുക, ഇങ്ങനെ ഈ എന്താ ചെയ്യേണ്ട, എന്താ അതിന്. പക്ഷെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒന്നും ഇല്ലാത്തതെന്ന് എനിക്കറിയാം. പിന്നെ ആകെ ഉള്ളത് ഹോളി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഞാൻ ചോദിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, കർത്താവ്, ഞാൻ ആ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞേ, എന്നാ ഈശോയ്ക്ക് ഭയങ്കര വേദനയാണ്. ഞാൻ എന്നാ ഈശോയെ എന്നാ ഈശോയ്ക്ക് എന്നെ വേണ്ട, ഈശോയ്ക്ക് എന്നെ വേണ്ടാന്നുള്ള ചിന്തയൊക്കെ ഈശോയ്ക്ക് ഭയങ്കര വേദനയാന്നുള്ളതാണ്. കർത്താവിന് അത് ഭയങ്കര വേദനയാ. എന്ന് വെച്ചാൽ കർത്താവ് അത്രയും എന്തോരം എന്തോരം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ വിശുദ്ധ കുർബാന തന്നത് തന്നെ എന്നിൽ വസിക്കാനാ. ഈശോ എന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. വല്ല കാര്യമുണ്ടോ ഈ പറയുന്ന ഈ പിന്നെ മനുഷ്യന്റെ ശരീരത്തിൽ വസിക്കേണ്ട കാര്യം? വല്ല കാര്യമുണ്ടോ ദൈവത്തിന്? ഒരു കാര്യമില്ല. എന്നിട്ട് ഈശോ ഇങ്ങനെ നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നമ്മളിൽ വസിക്കാൻ ആഗ്രഹിച്ചിട്ട് പിന്നെ കർത്താവ് ഇങ്ങനെ നമ്മളുടെ സ്നേഹം കൊണ്ടേ ഈ പറയുന്ന, എന്നിട്ട് നമുക്കിത് വേണ്ട. പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ഉറക്കം കാരണം, മടി കാരണം ഒക്കെ ഈ വിശുദ്ധ കുർബാന ഇങ്ങനെ അത്രയും ഒരു വില കുറച്ച് ഇതിനെ കാണുന്നുണ്ടോ എന്നുള്ളതേ നമ്മൾ ചിന്തിക്കണേ. നമ്മള് കർത്താവ് അത്രയും വില തന്നിട്ടാണ് ഈ കുർബാന നമുക്ക് തന്നേ. കുർബാന നമുക്ക് തന്നെ നമ്മൾ എന്തുമാത്രം വില കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ പറയാം. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒത്തിരി നടന്നൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകും അറിയേ. നടന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകും. ഇങ്ങനെ കുറെ കിലോമീറ്ററുകളോളം നടന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകും എന്നൊക്കെ ഇങ്ങനെ പറയും. ഏഹ് ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാനിങ്ങനെ എന്റെ മാക്സിമം ഞാനിങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലേ. കാരണം ഈശോ ഇങ്ങനെ നമ്മളെ വെയിറ്റിംഗ് ആണല്ലോ. വാ വാ എന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ്. നീ എന്നെ ഒന്ന് ഭക്ഷിക്ക്, നീ എന്നെ ഒന്ന് പാനം ചെയ്യുന്നു പറഞ്ഞിട്ട് ഈശോ ഇനി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുവാണെങ്കിലും ഈശോ ഇങ്ങനെ പറയുവാ, ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കെഞ്ചുവാണ്. നീ എന്നെ ഒന്ന് ഭക്ഷിക്ക്, നീ എന്നെ ഒന്ന് പാനം ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ കെഞ്ചുവാണ് ഈശോ. ഇങ്ങനെ കെഞ്ചു. എന്നിട്ട് നമുക്കത് വേണ്ടെന്നുള്ളതാ. നമുക്ക് എന്നിട്ട് അത് വേണ്ട. ഈശോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ലേ, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഈശോ ഇങ്ങനെ കരയുവാണേ. ഈശോയുടെ ഹൃദയം എപ്പോഴും ഇതിനെപ്രതി ഒരു വേദനയിലാ. നമ്മള് ഈ വിശുദ്ധ കുർബാന അത്രയും വില കൊടുക്കാതിരിക്കുന്നതും, ഈശോ അത്രയും ഈശോ തരുന്ന സ്നേഹം, ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കാത്തതിനെ പ്രതി ഈശോ ഭയങ്കരമായിട്ട് വേദനിക്കുക. ഈശോയുടെ ഹൃദയേ ഈശോയുടെ ഹൃദയം ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദനിക്കുക. ഇപ്പൊ ഇങ്ങനെ വേറൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളിങ്ങനെ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോ ഈശോ ഇങ്ങനെ എന്റെ അടുത്ത് പറയുന്നേ, എന്നെ അയച്ച പിതാവിനെ ആകർഷിച്ചല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. എന്നെ അയച്ച എന്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഈശോ ഇങ്ങനെ പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും ഈ കുർബാനയുടെ അടുത്തേക്ക് പോകും. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈശോ തരുന്ന ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാ. ഇങ്ങനെ എന്നാ ഈശോ ഒത്തിരി എന്നുവെച്ചാൽ ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നില്ലെന്നല്ല പറഞ്ഞേ. ചിലരെ ഈശോ തെരഞ്ഞെടുക്കുവാണല്ലോ. ഈശോ ചിലരെ തെരഞ്ഞെടുത്തിട്ട് ഈശോ ഭയങ്കര സ്നേഹം കൊടുക്കും. സ്നേഹം കൊടുത്തിട്ട് ഈശോയുടെ അടുത്തോട്ട് വിളിക്കും. ഈശോയുടെ അടുത്തോട്ട് വിളിക്കും. അത് ഈശോയുടെ ഹൃദയത്തിന് അത് ചില പ്രഷ്യസ് ആയിട്ട് അത് ഭയങ്കരമാണ്. ഈശോ ചിലരെയൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാരെയും ഈശോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു കാലത്തൊക്കെ ഒത്തിരി പേര് വിശുദ്ധ കുർബാനയിൽ സത്യമായും ഈശോ ജീവനുള്ള ഈശോയാണ്, ഈശോയുടെ ശരീരമാണ്, രക്തമാണ് എന്ന് മനസ്സിലാക്കാത്ത ഒത്തിരി ആത്മാക്കള് ഈ ഒരു സമയത്തുണ്ട് അല്ലെ. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തുണ്ട്. എന്നിട്ട് നമ്മളെ കർത്താവ്, ഇപ്പൊ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ കർത്താവ് അത്രയും സ്നേഹിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ അത്രയും ആകർഷിച്ചുകൊണ്ടാണ് നമുക്ക് ഈശോയുടെ അടുത്ത് പോകാൻ പറ്റുന്നേ, കുർബാന കൂടാൻ പറ്റുന്നേ. ഇങ്ങനെ പറയുവേ, എന്നാ ഞാൻ ഇവിടെ കേട്ടതാ. ഈ നമുക്ക് നമ്മുടെ ഹൃദയം ശരിക്കും കർത്താവിന് ഇതാണെങ്കിൽ വിശുദ്ധ കുർബാന നമുക്ക് തന്നെ കൊണ്ടുതരുന്നേ. നമുക്ക് കൊണ്ടുതരും നമ്മുടെ സാഹചര്യങ്ങൾ. ഈശോ തന്നെ നമുക്ക് വിശുദ്ധ കുർബാന കൊണ്ടുതരുന്നേ. ഇപ്പൊ ഞാനിങ്ങനെ എനിക്ക് എന്റെ കേസിൽ ഈശോ ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോണല്ലോ. അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ
എനിക്ക് ഒരു ദിവസം ഞാൻ പോകാൻ പറ്റില്ല, എന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുവേ, ഇങ്ങനെ പിടയ്ക്കും. എനിക്ക് രാത്രി വരെ, വൈകുന്നേരം എനിക്ക് രാവിലെ എണീറ്റില്ലെങ്കിൽ എനിക്ക് രാത്രി വൈകുന്നേരം ആകുമ്പോഴേക്കും പോകണം. എനിക്ക് പരിസരത്ത് ഞാൻ എവിടെയെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ വീട് പിടിച്ച് പോയി പോകണം. എന്റെ ഉള്ളിൽ അതുപോലെ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ 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 പടപ്പിക്കും സാധനം. എന്നാലും ഞാൻ പോയി കാണത്തുള്ളൂ, അതുകൊണ്ടായിരിക്കും. അതുപോലെ എന്റെ ഹൃദയം അത്രയും ഇങ്ങനെ ഇതാവേ. അപ്പൊ നമുക്ക് കഴിയുന്ന ദിവസങ്ങളൊക്കെ കഴിയുന്ന ദിവസം എന്നല്ല, പറ്റുന്ന നമ്മുടെ മുമ്പിൽ നമ്മുടെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ, നമുക്ക് അവൈലബിലിറ്റി ആയ വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. പോവാതിരിക്കും, വിശുദ്ധ കുർബാനയ്ക്ക് പോവാതെ നമ്മൾ ജീവിക്കരുത് എന്നുള്ളതാ. ഇല്ലെങ്കിൽ നമ്മൾ മരിക്കട്ടെ. അങ്ങനെ ഒരു സാധനമേ നമ്മള് വിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഞാൻ പറയുന്നത്, ഇങ്ങനെ പല ഭാഗത്തുള്ളവരുണ്ട്, പല രാജ്യത്തുള്ളവരുണ്ട്, അവർക്ക് വിശുദ്ധ കുർബാന അവൈലബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ പോവാ, നിങ്ങൾക്ക് അവൈലബിൾ ആയ സമയത്തൊക്കെ നിങ്ങൾ പോവാ. വിശുദ്ധ കുർബാനയോടൊരു അമിതമായ സ്നേഹം. കാരണം ഈ ഈശോയെ ചങ്ക് പറിച്ച് സ്നേഹിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്നേ. നമ്മള് കർത്താവിന് ഏറ്റവും കൊടുക്കുന്ന ആരാധനയാണ്, ഏറ്റവും കൊടുക്കുന്ന ആരാധനയാ. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചില്ലേ? ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഈശോ നമുക്ക് വേണ്ടി മരിച്ചിട്ട് കർത്താവിന്റെ കുർബാന ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈശോ മരിച്ചത്. എന്നിട്ട് നമുക്ക് അത് വേണ്ട. അത് വേണ്ട. അത് ഞാനിങ്ങനെ ഈ ഒരു സാധനമൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കുവേ. നമ്മള് ഈ മടി കാരണവും ഈ ഉറക്കം കാരണവും ഒക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുമ്പം കർത്താവ് എന്തോ ഒന്ന് ആലോചിക്കും. കർത്താവിന്റെ മനസ്സിൽ നമ്മൾ പിന്നെയും ഈശോയെ എന്നാ പിലാത്തോസിന് മുമ്പിൽ നിന്നപ്പം ഈശോയെ ചവിട്ടിയോണ്ട് അടിച്ചപ്പം ഈശോ അനുഭവിച്ച വേദന ഉണ്ടല്ലോ, ഈശോ അനുഭവിച്ചു. ഈശോ കാരണം ഈ മുമ്പിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി, ഈ അടിക്കുന്ന ആൾക്ക് വേണ്ടി, ഈ കുറ്റം വിധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരാണോ കുറ്റം പിലാത്തോസിന് വേണ്ടി, ഈ പറയുന്ന ചവിട്ടി അടി കൊടുക്കുന്ന ആൾക്ക് വേണ്ടി, തരുന്ന ഇവർക്കൊക്കെ വേണ്ടി ഈശോ മരിച്ചത്. എന്നിട്ട് 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 അപ്പം നമ്മൾ പിന്നെയും നമ്മൾ അതായിട്ട് മാറുവാണല്ലോ. നമ്മൾ കുർബാനയ്ക്ക് പോകാതിരിക്കുമ്പോ നമ്മൾ അതായിട്ട് മാറുക, നമ്മൾ പീലാത്തോസ് ആയിട്ട് മാറുക, നമ്മൾ ആ ചവിട്ടി അടിക്കുന്ന ആളായിട്ട് മാറുക. നമ്മൾ പിന്നെയും ഈശോയെ പിന്നെയും ചവിട്ടി കൊണ്ട് അടിക്കുക. നമ്മൾ കുർബാനയ്ക്ക് പോകാതെ. കാരണം കർത്താവ് അത്രയും സ്നേഹം അങ്ങ് തരുവാണല്ലോ, ഇങ്ങനെ തരുവാ. എന്നുവെച്ചാ നീ എന്റെ അടുത്ത് വന്ന് വസിച്ചോ, ഞാനായിട്ട് മാറിക്കോ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു തന്നിട്ട് നമുക്കിത് വേണ്ട. ഇത്രയും പ്രഷ്യസ് ആയിട്ട് കർത്താവ് നമുക്ക് ആ ഗിഫ്റ്റ് തന്നിട്ട് നമുക്ക് വേണ്ട. ഞാനിങ്ങനെ ഓർക്ക് കർത്താവേ, എന്തോരുവാ എന്തോരും ഈശോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന. ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പിന്നെ ജീവിക്കുന്നേ? അങ്ങനെ കർത്താവ് ഇതിനു വേണ്ടി, ഞാൻ സ്വർഗത്തിൽ വസിക്കാനാണ് ഈശോ എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ നിത്യജീവൻ പ്രാപിക്കാനാണ് ഈശോ എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ ഈശോയുടെ കൂടെ സ്വർഗത്തിൽ പോയിട്ട് ഈശോയുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഞാൻ ഈശോയുടെ ഒപ്പം ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. ഇത് ഈശോ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾ പരിഹാര ബലിയായി സ്വപുത്രനെ നൽകുകയും ചെയ്തു എന്നതിനാണ് സ്നേഹം എന്നല്ല ഈശോ പറയുന്നത്. കർത്താവ് ഞാൻ സ്നേഹിക്കുന്നു എന്നതിനേക്കാളും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ഈശോ എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പരമമായ ആരാധനയാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയ്ക്ക് പോവാതെ നമ്മുടെ ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവരുത്. ഞാൻ പറയുമ്പം എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്. ആ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ നമ്മൾ പോവാ. ഈ ആഴ്ചയിൽ ഒന്നൊക്കെ ഉള്ള കുർബാനയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് പറ്റുന്ന സമയത്ത് പോവാ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഫെസിലിറ്റി വെച്ചിട്ട് നമ്മൾ പോവാ. ഇത് പറഞ്ഞു നിൽക്കുമ്പോ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇങ്ങനെ നമ്മള് മടി പിടിച്ചിരിക്കുന്ന ആ ഒരു സാധനം ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ പറയാം. ആ സാധനം ഞാൻ പറഞ്ഞേ. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവാ. കഴിയുന്ന അത്ര വിശുദ്ധ കുർബാനകൾ കൂടുക. ഇതാണ് ഏറ്റവും വലിയ ആരാധന. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാറിൽ ഞാൻ ചാരിയിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാറിൽ ഞാൻ ചാരിയിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ.